ഒരു ബിരിയാണി കഴിക്കണം, പക്ഷെ അധികം പണിയെടുക്കാനും വയ്യ. എന്നാ പിന്നെ ഒരു സിമ്പിൾ ബിരിയാണി തട്ടിക്കൂട്ടിയാലോ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ കുക്കർ ബിരിയാണി ഒന്നും അല്ല കേട്ടോ. അപ്പൊ ചിക്കനിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ചതച്ചത്, തക്കാളി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, മല്ലിയില, കുറച്ച് തൈര്, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് പെരട്ടി വെക്കാം കേട്ടോ. ഈ ഒരു മിക്സിങ്ങിലാണ് നമ്മുടെ ബിരിയാണിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ചിക്കൻ്റെ മിക്സ് ചേർത്ത് ഇത്തിരി വെള്ളവും കൂടി ചേർത്തിട്ട് അടച്ച് വെച്ച് വേവിക്കാം. കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ നന്നായിട്ട് വെന്ത് ആ ഒരു ചിക്കൻ്റെ പീസൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് പീസൊക്കെ ഒന്ന് മാറ്റി മസാല മാത്രം ഒന്നുകൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ പീസൊക്കെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയൊരു ഫ്രൈ മതി, നല്ല പോലെ വെന്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ കളർ മാറി കിട്ടും. അതിനുശേഷം ഇതെല്ലാം കൂടി നമ്മുടെ മിക്സിലേക്ക് വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നേരത്തെ തന്നെ വേവിച്ച് ഊറ്റി മാറ്റി വെച്ച റൈസ് ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഫ്രൈഡ് ഓനിയൻസും ചേർക്കുന്നുണ്ട്, കുറച്ച് മല്ലിയിലയും ചേർക്കുന്നുണ്ട്. ഇനി ഇത്തിരി മഞ്ഞൾപ്പൊടിയും പാലും കൂടി ചേർത്ത് ആ ഒരു മിക്സും കൂടി ചേർത്ത് കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ബിരിയാണി റെഡിയാവും. ഇവിടെ വന്നേ പിന്നെ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി കഴിച്ച് സത്യത്തിൽ എനിക്കൊരു മടുപ്പായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയാണ്. ഇത് തുറക്കുമ്പോൾ കിട്ടുന്ന ഒരു മണം ഉണ്ടല്ലോ, ഓഹ് അടിപൊളി. കൂട്ടിൻ്റെ ഒരു പപ്പടവും ഇത്തിരി സലാഡും ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു മടിയും ബിരിയാണി എങ്ങനെയുണ്ടെന്ന് പറ.